കർത്താവിൻ്റെ പരിശുദ്ധ നാമം ഈ നല്ല പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല സമയത്തെ ഓർത്ത് കർത്താവിനെ വാഴ്ത്തുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ജോയ്സ് TV എന്ന ഈ ചാനലിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ ഈ രാവിലെ കാലം നമ്മളോട് ഒന്നിച്ചായിരിക്കുന്ന പ്രിയപ്പെട്ടവനെ ഓർത്ത് ഞാൻ കർത്താവിനെ വാഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവനെ ഈ ജോയ്സ് TVയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സന്തോഷമായിരിക്കുന്നേ? ഓക്കെ. നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്ക് ഒന്ന് സ്വയമായിട്ട് ഒന്ന് പരിചയപ്പെടുത്തിയായിട്ട് ഒരു ഇൻട്രഡക്ഷൻ ഒന്ന് പരിചയപ്പെടുത്തി. എൻ്റെ പേര് അലോഷ്യസ് എന്നാണ്. AK തിരുമേനി എന്നാണ് അറിയപ്പെടുന്നത്. കാരണം കായംകുളത്താണ്, കായംകുളം പുല്ലൂളങ്ങരയാണ് എൻ്റെ വീട്. ഓക്കെ. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ? അച്ഛൻ, അമ്മ, 2 സഹോദരിമാര്, എൻ്റെ വൈഫ് അടങ്ങുന്നതാണ് കുടുംബം. അച്ഛൻ മരിച്ചുപോയി. അമ്മയും 2 സഹോദരിയും അവരുടെയൊക്കെ വിവാഹം കഴിഞ്ഞു. അവരൊക്കെ അവരുടേതായ മേഖലകളിൽ ആയിരിക്കും. അനുഗ്രഹിക്കപ്പെട്ടതായ ക്രിസ്തീയ ജീവിതാനുഭവം ഉണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് ഒരു സെക്കൻഡ് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളടയ്ക്കാം. നിത്യനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഒരു നല്ല പ്രഭാതം കൂടെ കർത്താവ് ഞങ്ങൾക്ക് ദാനമായി തന്നല്ലോ. പ്രിയ AK തിരുമേനിയുമായി ദൈവസന്നിധി ഞങ്ങൾക്ക് ഒന്നിച്ചായിരിക്കാൻ കർത്താവ് ഇവിടുന്ന് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഈ ചാനലിലൂടെ ശ്രദ്ധിക്കുകയും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹമായി തീരുവാനും ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതിനും മുഖാന്തരങ്ങളും കാരണങ്ങളുമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിൽ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. സൃഷ്ടിത്തെ എല്ലാം ദൈവകരങ്ങളിൽ വയ്ക്കട്ടെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ അടിയങ്ങൾ ചോദിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഓക്കെ. തുടർന്നുള്ള സമയങ്ങൾ ഞാൻ തരികയാണ്. തൻ്റെ ജീവിതാനുഭവങ്ങളെ പ്രേക്ഷകരുടെ അറിവിലേക്ക്, ദൈവമക്കളുടെ അറിവിലേക്കും ദൈവനാമ മഹത്വത്തിനു വേണ്ടിയും ഷെയർ ചെയ്യാം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശേഷം ജോയ്സ് TVയിലൂടെ എൻ്റെ ഈ സാക്ഷ്യത്തെ പറയുവാൻ വേണ്ടി ക്ഷണിച്ച പ്രിയപ്പെട്ട ദേവദാസൻ, അതുപോലെ തന്നെ ഈ ചാനലിന്റെ പ്രേക്ഷകരായ എല്ലാവരെയും ക്രിസ്തു യേശുവിൽ ഉള്ള എൻ്റെ വന്ദനത്തെ അറിയിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ പേര് AK തിരുമേനി എന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ 40-ൽ പരം ക്ഷേത്രങ്ങളിലെ ക്ഷേത്ര പൂജാരിയായിരുന്ന ഒരു മനുഷ്യനാണ്. എങ്കിലും ഇന്ന് 3.5 വർഷമായി ഞാൻ ദൈവത്തിന്റെ വേല ചെയ്ത് മുൻപോട്ട് പോകും. ദൈവത്തിന്റെ വേല ചെയ്തു മുൻപോട്ട് പോകും എന്ന് പറയുമ്പോൾ ചിലർക്ക് ചിലപ്പോൾ തോന്നിയേക്കാം, അതെന്താ ഇതിനു മുമ്പ് നിങ്ങൾ അങ്ങനല്ലേ ചെയ്ത് എന്ന് തോന്നിയേക്കാം. എങ്കിലും അതിലൂടെയാണ് ഞാൻ എൻ്റെ സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഒരു 3.5 വർഷങ്ങൾക്ക് മുമ്പാണ് ക്ഷേത്ര പൂജയും അല്ലെങ്കിൽ ക്ഷേത്ര ആചാരങ്ങളുമായി ഞാൻ മുമ്പോട്ട് പോയത്. ഞാൻ അഹമ്മദാബാദിൽ ഒരു ക്ഷേത്രത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് എനിക്ക് ലിവർ സിറോസിസ് എന്ന രോഗം പിടിപെട്ടു. എൻ്റെ വയറിൽ കലശലായ വേദനയും അതുപോലെ തന്നെ ഈ മഞ്ഞപ്പിത്തവും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് ക്ഷേത്രത്തിൽ നിന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടും എൻ്റെ രോഗത്തിന് യാതൊരു ശമനവും ഇല്ലാതെ വന്നപ്പോ ഒരു സെക്കൻഡ് നമ്മുടെ ബാല്യകാലത്തെ കുറിച്ച് ഒന്ന് പ്രേക്ഷകരുടെ അറിവിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് മുമ്പോട്ട് വന്നാട്ടെ. ബാല്യകാലം എങ്ങനെയായിരുന്നു, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയായിരുന്നു എന്നൊന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നാട്ടെ.
എൻ്റെ ബാല്യകാലം ഞാൻ കായംകുളത്തിന് പടിഞ്ഞാറ് പുല്ലുകുളങ്ങര, അതിനും പടിഞ്ഞാറ് വരിയിഴിക്കൽ എന്ന് പറയുന്ന ഒരു ദേശത്താണ് ജനിച്ചു വളർന്ന്. എൻ്റെ അച്ഛൻ, അമ്മ, 2 സഹോദരികൾ അടങ്ങുന്ന ഒരു കുടുംബത്തിലെ ഏറ്റവും മൂത്ത മകനായിട്ടാണ് ഞാൻ ജനിച്ചത്. അച്ഛൻ ഒരു ഒരു പൊതുപ്രവർത്തന മേഖലയിലൊക്കെ നിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞുനാള് മുതലേ ക്ഷേത്രവും ക്ഷേത്ര ചടങ്ങുമായി മുമ്പോട്ട് പോകുന്നൊരു വ്യക്തിയായിരുന്നു. എൻ്റെ പഠിത്തം കഴിഞ്ഞതിന് ശേഷം അറിയപ്പെടുന്ന ഒരു തന്ത്രവിദ്യാപീഠത്തിൽ ക്ഷേത്ര പൂജ പഠിക്കുവാൻ പോയി. അവിടെ നിന്ന് പൂജ പഠനങ്ങൾ കഴിഞ്ഞതിന് ശേഷം അനവധി ക്ഷേത്രങ്ങളിലോട്ട് മുൻപോട്ട് വരികയായിരുന്നു. കാരണം പൂജാ പഠനം കഴിഞ്ഞതിന് ശേഷം ക്ഷേത്രങ്ങൾ നമ്മൾ ഓരോരോ ക്ഷേത്രങ്ങളിൽ ഓരോരോ ദേശത്ത് പോയി ആ ക്ഷേത്രങ്ങളിലൊക്കെ നിൽക്കുമായിരുന്നു. വീട്ടിലെ കാര്യങ്ങളൊക്കെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ എൻ്റെ സഹോദരിമാരുടെ വിവാഹം കഴിഞ്ഞു. എൻ്റെ വിവാഹം കഴിഞ്ഞു. ഞാൻ വിവാഹം കഴിച്ചത് തിരുവനന്തപുരത്ത് നിന്നാണ്. അപ്പോൾ ആ വിവാഹം കഴിഞ്ഞ് മുൻപോട്ട് പോകുമ്പോൾ ഏറ്റവും ഇളയ സഹോദരിയുടെ വിവാഹം ആയി വന്നു. ആ സമയത്താണ് അതിലല്പം ബാധ്യതകളും കാര്യങ്ങളും ഒക്കെ വന്നപ്പോഴാണ് ഞാൻ അഹമ്മദാബാദിലുള്ള ഒരു ക്ഷേത്രത്തിലോട്ട്. അപ്പൊ ആ ക്ഷേത്രത്തിൽ, അതായത് കേരളത്തിന് വെളിയിൽ ക്ഷേത്രത്തിൽ നിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ലിവർ സിറോസിസ് എന്ന രോഗം എനിക്ക് വരുന്നത്. ആ രോഗം ഭയങ്കര ബുദ്ധിമുട്ടായി തീരുകയും അടുത്തുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ ഞാൻ പോയി മരുന്നൊക്കെ ചെയ്തിട്ടൊന്നും ഒരു രക്ഷയുമില്ല. അങ്ങനെയാണ് നാട്ടിലോട്ട് തിരിച്ചു വന്ന് നാട്ടിലെ ചില ഹോസ്പിറ്റലുകളിൽ പോയി. തിരുവനന്തപുരത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞതാണ് ഇദ്ദേഹത്തിന് ലിവർ സിറോസിസ് ആണ്, ലിവർ മാറ്റിവെച്ചെങ്കിൽ മാത്രമേ ഇദ്ദേഹം ജീവിച്ചിരിക്കുകയുള്ളൂ എന്ന് പറയുവാനിട. അങ്ങനെ ഈ ലിവർ സിറോസിസ് അല്ലെ ലിവർ മാറ്റിവെക്കണം, ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു സംഭവം പോലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരു ഹോസ്പിറ്റലിൽ പോലും പോകാതെ മുൻപോട്ട് വന്ന ഒരാളാണ്. ഇത്ര പെട്ടെന്ന് പറയുകയാണ് നിങ്ങൾക്ക് ലിവർ മാറ്റിവെക്കേണ്ടി വരും, കാരണം അത് വലിയ വിഷയത്തിലേക്കാണ്. എങ്കിലും ഞാനൊരു 1.5-2 മാസം ആ ഹോസ്പിറ്റലിൽ കിടന്നു. ഒരല്പം രോഗത്തിന്റെ അല്പം ശമനം കിട്ടിയപ്പോൾ, കാരണം ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മാറുന്നില്ല എങ്കിലും ഒരല്പം ശമനം കിട്ടിയപ്പോൾ എന്നെ വീണ്ടും ഞാൻ എൻ്റെ നാടായ കായംകുളത്തേക്ക് തിരിച്ചു പോകുന്നു. അവിടെ ഉള്ള പരിസരങ്ങളിലൊക്കെയുള്ള ഞങ്ങളുടെ തന്ത്രിമാരുമൊക്കെയായി ചേർന്ന് അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ, ദൂരെയോട്ട് പോകാതെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ക്ഷേത്ര പൂജയുമായി വീണ്ടും മുൻപോട്ട് പോകും. അപ്പൊ ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന സാഹചര്യത്തിൽ എൻ്റെ ബന്ധുക്കൾ ഒക്കെ ആണെങ്കിലും ഓരോരുത്തരൊക്കെ അറിഞ്ഞു തുടങ്ങുമല്ലോ, ഇങ്ങനെയാണ് ഇതിന്റെ അസുഖം, അവൻ ലിവർ മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്, ഇത്ര ലക്ഷം രൂപ ഇപ്പോൾ ചിലവായി, ഇനി ഇത്ര ലക്ഷം രൂപ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലിവർ മാറ്റ ശസ്ത്രക്രിയ എന്ന് പറയുന്നൊരു ഇത് നടക്കൂ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ബന്ധുമിത്രാദികളും അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന സൗഹൃദങ്ങളൊക്കെ തന്നെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോവും. എൻ്റെ പെരുന്നാളും പറഞ്ഞ അർച്ചനകൾ നടത്തും. പിന്നെ വിഘ്ന നിവാരണത്തിന് വേണ്ടി ഗണപതി ഹോമം നടത്തും. മരണത്തെ ജയിക്കുവാൻ വേണ്ടി മൃത്യുഞ്ജയ ഹോമം നടത്തും. അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ ഹൈന്ദവ വിശ്വാസം അനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോകും. ഇതിലുപരിയായി ഞാൻ തന്നെ, കാരണം കുഞ്ഞുനാള് മുതലേ ക്ഷേത്രവുമായി നടന്ന എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതികൂല സാഹചര്യം വന്നപ്പോൾ എന്നെ കരം പിടിച്ചുയർത്താൻ ഞാൻ ആചരിച്ചു കൊണ്ടുപോകുന്ന അല്ലെ ഞാൻ പൂജിച്ചു കൊണ്ടുവന്ന ദൈവങ്ങൾക്ക് കഴിയില്ലേ എന്ന് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ആശൗചാചിക കാര്യങ്ങൾ കഴിഞ്ഞ് അരക്കെട്ട് ജലത്തിലിറങ്ങി എണീറ്റ് കവാടമണി അടിച്ച് നട തുറന്ന് ക്ഷേത്രപൂജ നടത്തുന്ന ഒരു ക്ഷേത്ര പൂജാരിയായ എൻ്റെ സാഹചര്യത്തിൽ ഇറങ്ങി വരാൻ എൻ്റെ ദൈവത്തിന് കഴിയില്ലേ എന്ന് കരുതി ഞാനും ക്ഷേത്രങ്ങളിലൊക്കെ കരഞ്ഞ് പ്രാർത്ഥിച്ച സമയങ്ങളുണ്ട്. അപ്പൊ ആ സമയങ്ങളിലെന്നും എനിക്കൊരു പോസിറ്റീവ് എനർജി തരാൻ ഈ ദൈവങ്ങൾക്ക്, അല്ലെ ഞാൻ ദൈവങ്ങളാണ് എന്ന് കരുതിയ ദൈവങ്ങൾക്ക് കഴിഞ്ഞില്ല. അപ്പോ അങ്ങനെ രോഗത്തിന്റെ അവസ്ഥ മൂർച്ഛിച്ചു. ആ സമയത്താണ് ഈ കൊറോണ കാലഘട്ടം കൂടിയായിരുന്നു. അപ്പോഴാണ് എൻ്റെ ലിവറിലേക്കുള്ള വെയിൻ പൊട്ടാനിടയായി അധികമായി ബ്ലഡ് ഒമിറ്റ് ചെയ്ത്
അന്ന് നമ്മുടെ നാട്ടിൽ അനവധി പേർ ഓടിക്കൂടി എന്നെ ഈ പറയപ്പെട്ട ട്രിവാൻഡ്രത്ത് ഹോസ്പിറ്റലിലോട്ട് എന്നെ കൊണ്ടുവരുന്നു. നമുക്കറിയാം, കായംകുളത്ത് നിന്ന് ട്രിവാൻഡ്രം വരുന്ന ആ ദൂരം അറിയാം. ആ ദൂരത്തിൽ ഓടി ആ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അവര് പറഞ്ഞ ഇതാണ്, കാരണം ഇദ്ദേഹത്തിന് ലിവർ മാറ്റ ശസ്ത്രക്രിയ കൊണ്ട് മാത്രമേ ഇദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പൊ ഈ അവസ്ഥയിൽ എന്റെ നാട്ടുകാര്, കാരണം സാമ്പത്തികമായി ഒത്തിരി ബുദ്ധിമുട്ടി, കാരണം ഉണ്ടായിരുന്ന സാമ്പത്തികങ്ങളും ക്ഷേത്രവുമായി നടന്നപ്പോഴത്തേക്ക് ഇഷ്ടംപോലെ സാമ്പത്തികങ്ങളൊക്കെ കിട്ടുമായിരുന്നു. പക്ഷെ അതൊക്കെ കിട്ടുന്ന സാഹചര്യത്തിൽ പോലും ആ സാമ്പത്തികമൊക്കെ കരുതി വെച്ചിട്ടൊന്നും എനിക്കൊന്നും വന്നിട്ട് അതെല്ലാം ഹോസ്പിറ്റലായി. പക്ഷെ പിന്നെ ഈ ലിവർ മാറ്റ ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഭവമാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള സാമ്പത്തികം ഇല്ലാതെ വന്നപ്പോൾ എന്റെ നാട്ടുകാര് അല്ലെങ്കിൽ എന്നെ അറിയുന്ന സൗഹൃദങ്ങള് എന്റെ എല്ലാവരും കൂടെ ചേർന്ന് അവിടെ എനിക്ക് വേണ്ടി ഈ ലിവർ മാറ്റ ശസ്ത്രക്രിയക്ക് വേണ്ടി ഒരു പിരിവ് നടത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇതെല്ലാം മാനുഷികമായി നടത്തിയ കാര്യങ്ങളാണ്. കാരണം എന്റെ സാധാരണ എല്ലാവരും സാക്ഷ്യങ്ങൾ പറയുമ്പോൾ പറയും എനിക്ക് ആരുമില്ലായിരുന്നു, ഞാൻ കേട്ടിട്ടുള്ളതാണ് എനിക്ക് ആരുമില്ലായിരുന്നു എന്ന് പറയാം. പക്ഷെ എന്റെ ജീവിതത്തിൽ എനിക്ക് എല്ലാവരും ഉണ്ടായിരുന്നു. കാരണം എന്റെ ജീവിതത്തിൽ എന്നെ ഈ പറയപ്പെടുന്ന സാഹചര്യത്തിൽ സഹായിക്കാൻ വേണ്ടി അനവധി സംഘടനകൾ മുമ്പോട്ട് വന്ന് രാഷ്ട്രീയ ജാതി ഭേദമന്യേ എന്നെ, കാരണം ഇത്രയും ചെറുപ്പത്തിലെ ഇങ്ങനൊരു സാഹചര്യം വന്നല്ലോ എന്ന് കരുതി ആ നാട്ടില് എല്ലാവരുടെ കൂടി എനിക്ക് സാമ്പത്തികമായി കളക്ട് ചെയ്തു. പക്ഷേ ഡോക്ടർമാർ പറഞ്ഞത് ഇതാണ്, കാരണം ഇദ്ദേഹത്തിന്റെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. ഈ വെന്റിലേറ്ററിൽ നിന്ന് ഇദ്ദേഹം പുറത്തു വന്നാൽ നമുക്ക് ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ വെന്റിലേറ്ററിൽ നിന്ന് ഇദ്ദേഹം പുറത്തു വരണമെങ്കിൽ ആ പുറത്തു വന്നതിന് ശേഷമേ ഇദ്ദേഹത്തിന് ലിവർ മാറ്റ ശസ്ത്രക്രിയ നടത്താൻ പറ്റും. ഇപ്പൊ ഇദ്ദേഹം വെന്റിലേറ്ററിലാണ്. അവര് പറഞ്ഞു ഏകദേശം ഒരു 48 മണിക്കൂറിനുള്ളിൽ ഇദ്ദേഹം മരണപ്പെട്ടു. ഇതിനു മുമ്പ് പല ജ്യോതിഷന്മാരുടെ അടുത്ത് നമ്മുടെ ബന്ധുമിത്രാദികളൊക്കെ ചെന്ന് പല ജ്യോതിഷന്മാരുടെ അടുത്ത് ചോദിക്കുമ്പോഴും അവരും പറയുന്നത് ദശാകാലം അനുസരിച്ച് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ജനനം മുതലുള്ള വ്യവസ്ഥ അനുസരിച്ച് ഇദ്ദേഹം ഇത്ര വയസ്സ് വരെ ആയുസ് ഉണ്ടാകും എന്ന് പല ജ്യോതിഷന്മാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിത് പറയുന്നത്, കാരണം അത് കൊണ്ടു നടന്ന് ജീവിച്ചൊരു മനുഷ്യനാണ്. അതുകൊണ്ട് അതിനെ കുറ്റപ്പെടുത്തുകയല്ല, കാരണം ഒരു ഇതിലോട്ട് മാറി നിന്നിട്ട് മറ്റൊരു മതത്തെ വ്രണപ്പെടുത്താനുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ എന്റെ ജീവിതത്തിൽ നടന്ന പച്ചയായ സത്യമാണ് ഇതിലൂടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, കാരണം ഒരു മതത്തെ വ്രണപ്പെടുത്താനല്ല. അപ്പൊ എന്റെ ജീവിതത്തിൽ പലരും പറഞ്ഞ വാക്കിതാണ്, കാരണം തീർന്നു പോകും, കാരണം ഇത്ര വയസ്സ് വരെ ആയുസ്സുണ്ടാകൂ, അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം പോലും എന്നെ കൈവിട്ടു. കാരണം സാമ്പത്തികം ഒന്നുമല്ല എന്ന് മനസ്സിലാക്കുന്ന സാഹചര്യം. കാരണം നാട്ടുകാരെല്ലാം കൂടെ എനിക്ക് സാമ്പത്തികമൊക്കെ തന്നു. പക്ഷെ ഡോക്ടർമാർ പറയുന്നത് വെന്റിലേറ്ററിൽ നിന്ന് പുറത്ത് കിട്ടണം. ഈ വെന്റിലേറ്ററിൽ നിന്ന് പുറത്തു വന്നാൽ ഇദ്ദേഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റും, നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇവിടം വരെയാണ് മാനുഷികമായിട്ടുള്ള ഒരു ഇടപെടൽ, അല്ലെങ്കിൽ എന്നെ ആ ഹോസ്പിറ്റൽ വരെ എത്തിച്ച്. പക്ഷെ വൈദ്യശാസ്ത്രം പോലും കൈവിട്ടിരിക്കുകയാണ്. കാരണം വെന്റിലേറ്ററിൽ നിന്ന് ഇദ്ദേഹം മരണം, അത് അവർക്ക് ഉറപ്പില്ല. ആ കൃത്രിമ ശ്വാസം എടുത്താൽ അദ്ദേഹം മരണപ്പെടും. ഈ സാഹചര്യത്തിലാണ് ഹൈന്ദവ ക്ഷേത്ര പുരോഹിതനായിരുന്ന അല്ലെ എന്റെ വൈഫ് അവിടെ അലമുറയിട്ട് കരയുകയുണ്ടായി ആ ഹോസ്പിറ്റലിന്റെ പടിവരാന്തി. കാരണം അനവധി പേര് എന്റെ നാട്ടിൽ നിന്ന് ഈ ഒരു വാർത്ത അറിഞ്ഞു. കാരണം ഡോക്ടർമാർ കൈവിട്ടു എന്ന് പറയുന്ന ആ വാർത്ത അറിഞ്ഞു എന്റെ നാട്ടിലുള്ള ജനങ്ങൾ വരാൻ തുടങ്ങി, എന്റെ ബന്ധുമിത്രാദികളൊക്കെ വരാൻ തുടങ്ങി. കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, കാരണം ഞാനൊരു വലിയൊരു നല്ല വ്യക്തിയൊന്നും ആയിരുന്നില്ല, പക്ഷേ ഈ ജാതിയുടെയോ മതത്തിന്റെയോ അല്ലെങ്കിൽ വേർതിരിവില്ലാതെ ഞാൻ, എന്റെ അച്ഛനൊക്കെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ മുമ്പ് നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാനും അതിലൂടെ കടന്നു വന്ന വ്യക്തിയായിരുന്നു. അപ്പൊ എനിക്കൊരു രാഷ്ട്രീയമുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തെ ഞാൻ ഉയർത്തിപ്പിടിക്കാൻ നിന്ന ആളൊക്കെയാണ്. പക്ഷെ അതിനപ്പുറമായി ഇതിലൊന്നുമല്ല, ഒരു ദൈവം, ഒരു മാനുഷികമായിട്ടുള്ളൊരു കൂട്ടായ്മ, ജാതി മത ഭേദമന്യേ എന്നെ സ്നേഹിച്ചു. ഇവരെല്ലാവരും എന്നെ കാണാം. പക്ഷെ അവരുടെയൊക്കെ ഉദ്ദേശം, കാരണം തീർന്നു, അവസാനമെങ്കിലും ഇദ്ദേഹത്തെ ഒന്ന് കാണണം എന്ന് പറഞ്ഞ വന്ന അനവധി പേർ ഇന്നും എൻ്റെ അടുത്ത് പറയാറുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്കാണ്, കാരണം ഞാന് വിവാഹം കഴിച്ചു, എനിക്ക് കുട്ടികളായിട്ടില്ല. ഈ സാഹചര്യത്തിൽ വൈഫും ഞാനും മാത്രമേ ഉള്ളൂ. ആ സാഹചര്യത്തിൽ ഭർത്താവ് വെന്റിലേറ്ററിൽ തീരും എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. ഈ സാഹചര്യത്തെ
അതിജീവിക്കാൻ എൻ്റെ വൈഫിന് പറ്റാതെ വന്നപ്പോൾ അവൾ അവിടെ നിന്ന് പൊട്ടിക്കരയുണ്ട്. ഇങ്ങനെ കരഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഒരു പിന്നെ ഇവരുടെ റിലേഷനിൽപ്പെട്ട, എൻ്റെ വൈഫിന്റെ റിലേഷനിൽപ്പെട്ട അവരുടെ അമ്മയുടെ അനുജത്തിയായിട്ട് വരും. അവര് ഒരു ട്രാക്റ്റ് അല്ലെങ്കിൽ ഒരു നമ്പർ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ ദൈവദാസനെ ഒന്ന് വിളിക്കണം. ഈ ദൈവദാസൻ പ്രാർത്ഥിക്കും, കർത്താവ് അത്ഭുതം ചെയ്യും എന്ന് പറഞ്ഞു. അവള് പറഞ്ഞു, ഞങ്ങള് ക്ഷേത്ര പൂജാരിയാണ് ഈ വെന്റിലേറ്ററിൽ കിടക്കുന്നത്, ഞങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ പലരും പറഞ്ഞതെല്ലാം നമ്മൾ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്, പല കാര്യങ്ങൾ ചെയ്തതാണ്, എല്ലാരും കൈവിട്ടു. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾ സാമ്പത്തികമോ മറ്റൊന്നും മുടക്കണമെന്നല്ല പറഞ്ഞേ, വൈദ്യശാസ്ത്രം ഏതായാലും കൈവിട്ടു, നിങ്ങൾ കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങൾ നിങ്ങളെ കൈവിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് നിങ്ങളൊന്ന് പരിശോധിക്കും. പക്ഷെ ഇത് ഇപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, കാരണം ദൈവമക്കളെ, ഈ സാക്ഷ്യത്തെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, കാരണം ഒരു വലിയൊരു സാക്ഷ്യമായി ഞാൻ വിപുലീകരിച്ച് പറയാൻ ശ്രമിക്കുന്നില്ല, പക്ഷെ ഞാൻ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ പറയാൻ ശ്രമിക്കുന്നത്. കാരണം ഈ സാഹചര്യത്തിൽ, പ്രതികൂല സാഹചര്യത്തിൽ ആ അമ്മ ഒരു ദൈവദാസനെ പരിചയപ്പെടുത്തി. ഈ ദൈവദാസനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ ആ അമ്മയ്ക്ക് ഒരു മനസ്സ് തോന്നി. ഹല്ലേലൂയ. അല്ലെങ്കിൽ അവർ പേടിച്ചു മാറി നിന്നില്ല, അവരൊന്നും നിന്നില്ല, ഇവര് ഹൈന്ദവരാണെന്ന് വിശ്വസിച്ചില്ല, അല്ലെങ്കിൽ ഹൈന്ദവരായതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞൂടാ എന്ന് ചിന്തിച്ചില്ല. പക്ഷെ അവരറിഞ്ഞ ദൈവത്തെ ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുത്താൽ ആ ദൈവം അത്ഭുതം ചെയ്യുമെന്ന് ഈ അമ്മയ്ക്കൊരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ആ സമയത്ത് ഈ പറയപ്പെടുന്ന നമ്പർ കൊടുക്കുവാൻ തയ്യാറായി. ആ നമ്പർ കൊടുത്തതിന്റെ മാത്രം പ്രത്യേകതയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഇവിടെ നിന്ന് സംസാരിക്കാനിടയായി. ഹല്ലേലൂയ. ആ നമ്പർ കൊടുത്തപ്പോൾ അവൾ ആദ്യമേ വിസമ്മതിച്ചു. കാരണം ഞാൻ അല്ലെങ്കിൽ ഒരു ഹൈന്ദവ ക്ഷേത്ര പുരോഹിതന്റെ വൈഫാണ്, ഞങ്ങൾ ഹൈന്ദവരാണ്, ഞങ്ങൾക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല, ഇതൊക്കെ മോശമാണെന്ന് പറയുമ്പോഴും അവളുടെ ഉള്ളിന്റെ ഉള്ളിൽ അവർ പറഞ്ഞ വാക്കിനെ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അവർ മനസ്സിലാക്കിക്കൊണ്ട് അവസാന കച്ചിത്തിരുമ്പെന്ന പോലെ ഈ ദൈവദാസനെ വിളിക്കുവാൻ തയ്യാർ. ദൈവദാസനെ വിളിച്ചപ്പോൾ ദൈവദാസൻ പറഞ്ഞത് ഇതാണ്, നിന്റെ ഭർത്താവ് പൂജാരിയോ ആരും ആയിക്കോട്ടെ, പക്ഷേ ദൈവം നിന്റെ ജീവിതത്തിൽ. എന്റെ വൈഫ് ഈ നമ്പർ കിട്ടിയപ്പോൾ അവസാന കച്ചിത്തിരുമ്പെന്നോളം ആ ദൈവദാസന് കോൾ ചെയ്യുവാൻ തയ്യാർ. ആ കോള് ചെയ്യുക എന്നുള്ളത് കാരണം അവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള സമയമാണ്. ആ സമയത്ത് ആ ദൈവദാസനെ വിളിക്കാൻ അവർക്ക് തോന്നിയത് ആ അമ്മ പറഞ്ഞ ആ സുവിശേഷമാണ്. കാരണം ഒരു ദൈവം നിന്നെ രക്ഷിക്കും, ഒരു സഭ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവള് ആ വാക്കിനെ ഏറ്റെടുത്തുകൊണ്ട് അവൾ വിളിക്കുവാൻ തയ്യാറാണ്. ആ ദൈവദാസനെ വിളിച്ചപ്പോൾ ദൈവദാസൻ പറഞ്ഞ ഒരു ഒറ്റ കാര്യം ഇതാണ്, കാരണം നിന്റെ ഭർത്താവ് ക്ഷേത്ര പൂജാരിയോ ആരുമായിക്കൊള്ളട്ടെ, അതൊന്നുമല്ല, പക്ഷെ നീ വിശ്വസിക്കാൻ തയ്യാറാകണം. കർത്താവായ യേശു ക്രിസ്തു നിന്റെ ജീവിതത്തിൽ ഈ തകർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ കരം പിടിക്കാൻ എന്റെ കർത്താവ് വരും എന്നുള്ള വിശ്വാസത്തിൽ നീ പ്രാർത്ഥിച്ചാൽ ദൈവം അത്ഭുതം ചെയ്യും. ഞാൻ പ്രാർത്ഥിക്കും, ഞങ്ങളുടെ സഭ പ്രാർത്ഥിക്കും, പക്ഷെ ദൈവം അത്ഭുതം ചെയ്യും. നീയും പ്രാർത്ഥിക്കാൻ തയ്യാറാകണം എന്ന് പറഞ്ഞു. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് പറയുവാൻ. ഹല്ലേലൂയ. ഈ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് പറയുന്ന വചനം പോലും എന്താ എന്നറിയാത്ത സാഹചര്യത്തിൽ അവൾ ആ വചനത്തെ വിശ്വസിക്കുവാൻ തയ്യാറായി. കാരണം ആ ഹോസ്പിറ്റലിന്റെ പടിവരാന്തയിൽ അവൾ മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ ബന്ധുമിത്രാദികൾ ഞങ്ങളുടെ സൗഹൃദങ്ങളൊക്കെ മാറിപ്പോയി. കാരണം ഇവർക്ക് ഭ്രാന്ത് പിടിച്ചോ എന്ന് തോന്നിപ്പോയി. കാരണം ഇങ്ങനെ മുട്ടുമടക്കി ഇരുന്നൊരു പ്രാർത്ഥന ഇല്ല. ഇത് കണ്ടപ്പോൾ അസഹിഷ്ണുതയോടെ മാറിപ്പോയപ്പോഴും അവൾ അവിടെ മുട്ടുമടക്കി ആ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ അവൾ തുടങ്ങി. ഒന്നാമത്തെ ദിവസവും രണ്ടാമത്തെ ദിവസവും പ്രാർത്ഥന നീളുമ്പോഴും എന്റെ ജീവിതത്തിൽ ഉണ്ടായത് എന്റെ ലിവറിലോട്ടുള്ള വെയിൻ പൊട്ടി പോവുകയാണ്. പക്ഷെ എന്നിട്ടും ഡോക്ടർമാർ പറയുന്നു ഇദ്ദേഹത്തിന് രക്ഷയില്ല, ഈ കുട്ടി എന്താണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴും അവൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറായി. എന്താണെന്നറിയാമോ? ഇന്നലെ വരെ പ്രാർത്ഥിച്ചത് പോലല്ല, ഇത് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണെന്ന് അവൾക്ക് മനസ്സിലായി. കാരണം ഇന്നലെ വരെ പ്രാർത്ഥിക്കുന്നത് പോലല്ല, ഇത് എന്റെ പ്രാർത്ഥന കേൾക്കുന്ന ആരോ ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവിൽ
അവൾ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എന്റെ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യം വന്നപ്പോൾ അവൾ വിട്ടുമാറിപ്പോയില്ല, അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കണമേ ദൈവം, നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടന്നില്ല എങ്കിൽ, ഒരു വിടുതൽ നടന്നില്ല എങ്കിൽ, നമുക്ക് പെട്ടെന്ന് നമ്മൾ അതിനെ വിസ്മരിച്ച് പിന്നെ ദൈവത്തെ പോലും മറന്ന് നമ്മൾ വേറെയുള്ള മേഖലയിൽ പോകുന്ന അനേകം പേരെ ഈ 3.5 വർഷം കൊണ്ട് എനിക്കറിയാം. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, കുഞ്ഞുനാള് മുതലേ ക്ഷേത്രവുമായി നടന്ന എന്റെ വൈഫ് അവിടെ പിണങ്ങി പോകാതെ, അല്ലെങ്കിൽ ഒന്നുമല്ല എന്ന് പറഞ്ഞിട്ട് പോകാതെ അവൾ വിശ്വസിച്ചു. ആ വിശ്വസിച്ച് മുട്ടുമടക്കി പ്രാർത്ഥിച്ചപ്പോൾ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രം വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അളവറ്റ ശക്തി വെന്റിലേറ്ററിലേക്ക് ഇറങ്ങി. ഹല്ലേലൂയ. ഹൈന്ദവ ക്ഷേത്ര പുരോഹിതനായ എന്റെ ജീവിതത്തിൽ ഇറങ്ങി വന്നൊരു ദൈവം, ഞാൻ ഇന്ന് വരെ ആരാധിക്കാത്ത, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, എന്റെ ജീവിതത്തിൽ ഈ ക്രിസ്തു എന്ന് പറയുന്നതോ അല്ലെങ്കിൽ യേശു ക്രിസ്തു എന്ന് പറയുന്നത് ഒരു ക്രിസ്മസിൽ വരുന്ന ആ ഒരു ചിത്രമല്ലാതെ എന്റെ മനസ്സിൽ പോലും ഇല്ലാത്തൊരു ദൈവം എന്റെ മുന്നിൽ ഇറങ്ങി. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് കാരണം ഒരു സഭയുടെ ശ്രദ്ധയോടുള്ള പ്രാർത്ഥനയാണ് എന്നെ പുറത്തു കൊണ്ടുവന്നത്. വിശ്വസിച്ചുകൊണ്ട് എന്റെ ഭാര്യ മുട്ടുമടക്കി അവിടെ പിന്നെ അസഹിഷ്ണുതയോടെ നിന്നവരുടെ മുമ്പിൽ സഹിഷ്ണുതയോടെ നിന്നപ്പോൾ, അവൾ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കിയപ്പോൾ, പ്രതികൂലങ്ങൾ പലതും കടന്നു വന്നപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ മുട്ടുമടക്കി പ്രാർത്ഥിച്ചപ്പോൾ വെന്റിലേറ്ററിൽ ഇറങ്ങി വന്ന ആ ദൈവ ചൈതന്യം എന്റെ മരണപാശങ്ങളെ അഴിച്ചു. ഹല്ലേലൂയ. ഞാൻ മരിക്കുമെന്ന് ഡോക്ടർമാർ പറഞ്ഞത്, ഞാൻ തീർന്നു പോകുമെന്ന് ഡോക്ടർമാർ പറഞ്ഞത്, പല ജ്യോതിഷന്മാരും വിധി എഴുതിയത്, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം കണ്ട് പല ബന്ധുമിത്രാദികളും എന്റെ സൗഹൃദങ്ങളും ഒക്കെ തീർന്നു പോകും എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇറങ്ങി വന്നൊരു ദൈവ ചൈതന്യമാണ് ഞാൻ നേരിൽ കണ്ടപ്പോൾ. എന്റെ ജീവിതത്തിൽ എന്തായി നടക്കുന്നതെന്ന് പോലും അറിയാതെ നമുക്കറിയാം, വചനം വായിക്കുമ്പോൾ ലാസറിനെ 4-ാമത്തെ ദിവസം പുറത്തു കൊണ്ടുവന്ന പോലെ വെന്റിലേറ്ററിൽ നിന്ന് എന്റെ ദൈവം 7-ാമത്തെ ദിവസം എന്നെ പുറത്തു കൊണ്ടു. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ 7-ാമത്തെ ദിവസം എന്റെ മരണപാശങ്ങളെ അഴിച്ച് എന്നെ ദൈവം പുറത്തു കൊണ്ടുവന്നു. ഹല്ലേലൂയ. അങ്ങനെ പുറത്തു കൊണ്ടുവന്നപ്പോൾ ഞാൻ കണ്ട ദർശനങ്ങളും അല്ലെങ്കിൽ ഞാൻ കണ്ട ഇതെല്ലാം എന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവിടെ നിന്ന് പുറത്തു വന്നു. കുറച്ച് ദിവസം, ഒരു 2-3 ദിവസം വീണ്ടും ആ ഹോസ്പിറ്റലിൽ താമസിച്ചു. അവിടുന്ന് എന്റെ സഹോദരിയുടെ വീടായ ട്രിവാൻഡ്രത്തൊരു വീട്ടിൽ, വട്ടപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ദൈവദാസനുമായിട്ട് എന്റെ വൈഫ് വിളിക്കും. പിന്നെ പോലെ അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ദേവദാസന്റെ അടുത്ത് പറഞ്ഞു, ദേവദാസനെ അന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കറിയാം കർത്താവായ യേശു ക്രിസ്തുവാണ് ഇദ്ദേഹത്തെ പുറത്തു കൊണ്ടുവന്നത്, പക്ഷേ ഇദ്ദേഹം അത് വിശ്വസിക്കണമെന്നില്ല. ഇദ്ദേഹം ക്ഷേത്ര പൂജാരിയായ ഒരു മനുഷ്യന്റെ അടുത്ത് ചെന്നിട്ട് കർത്താവായ യേശു ക്രിസ്തുവാണ് നിങ്ങളെ രക്ഷിച്ചത് എന്ന് പറയാനുള്ള ഒരു ധൈര്യം എനിക്കില്ല. കാരണം പുള്ളി അങ്ങനെ പ്രതികരിക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് ആ ഒരു ധൈര്യമില്ല. പക്ഷേ എന്നെ ഉപേക്ഷിച്ചാലും ഞാൻ വിശ്വസിക്കും, ആ കർത്താവിന്റെ പുറകെ ഞാൻ ഇറങ്ങും. എന്റെ ഹസ്ബൻഡ് വന്നാലും വന്നില്ലേലും എന്നെ ഉപേക്ഷിച്ചാലും എനിക്കറിയാം എന്റെ ചേട്ടൻ എവിടെയാണെങ്കിലും ജീവിച്ചിരുന്നാൽ മതി, ആ ജീവൻ കൊടുത്തത് കർത്താവാണെന്ന് എനിക്കറിയാം. പക്ഷെ അദ്ദേഹത്തിന് അത് അറിയില്ല എങ്കിലും ഞാൻ ഇറങ്ങും എന്ന് പറയുവാനിടയിൽ. പക്ഷേ ആ ദൈവദാസൻ പറഞ്ഞ ഒരു മറുപടി ഇതാണ്. ദൈവദാസൻ പറഞ്ഞത്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. പക്ഷെ ഇതിലൂടെ അടുത്തത് പറഞ്ഞത്, അവൻ അവിടെ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ, അല്ലെ വെന്റിലേറ്ററിൽ നിന്ന് ഈ മരണപാശങ്ങളെ അഴിച്ച് അവൻ പുറത്തു വരികയാണെങ്കിൽ, ആ വെന്റിലേറ്ററിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ആരാണെന്ന് അവൻ അറിഞ്ഞിട്ടേ ഇറങ്ങും. ഹല്ലേലൂയ. പക്ഷെ ആ ദൈവദാസൻ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ദർശനത്തിലൂടെ എന്നെ പുറത്തു കൊണ്ടുവന്നതെല്ലാം എന്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൊറോണ കാലഘട്ടമായതുകൊണ്ട് സൂം മീറ്റിംഗ് ആരും കാണാതെ എന്റെ വൈഫ് എന്നെ പോലും കാണിപ്പിക്കാതെ ഒളിച്ചിരുന്ന് ഈ ദൈവദാസന്റെ അന്നെല്ലാം ദൈവദാസന്മാരൊക്കെ ഈ ഓൺലൈൻ മീറ്റിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലൊരു സൗണ്ട് കേട്ടപ്പോൾ ഞാൻ ആ സൗണ്ടിനെ തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, എനിക്ക് ആ അദ്ദേഹത്തിൽ നിന്ന് കാണണം, ആ സൗണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, എന്നെ ഒന്ന് അവള് പേടിച്ച് ആ സൗണ്ട് എന്നെ ഇങ്ങനെ കേൾപ്പിച്ചു, അല്ലെ ഇന്നതാണ് ആരാധന. ഞാൻ പറഞ്ഞു, ഈ മനുഷ്യനെ എനിക്കൊന്ന് കാണണം. അല്ലെങ്കിൽ അവൾ പെട്ടെന്ന് ഞെട്ടിപ്പോയി. അതെന്താ? ഞാൻ പറഞ്ഞു, അല്ല, ഇദ്ദേഹത്തെ ഞാൻ സ്വപ്നത്തിലൂടെ കണ്ടു, ഇദ്ദേഹത്തിന്റെ ഒരു സഭ ഞാൻ സ്വപ്നത്തിലൂടെ കണ്ടു, ഇദ്ദേഹത്തിന്റെ
ആ ഏരിയയൊക്കെ എനിക്കറിയാം. എനിക്ക് ഇദ്ദേഹത്തെ ഒന്ന് കാണണം. അല്ലെങ്കിൽ അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായി. കാരണം അവൾ പേടിച്ചിരുന്ന ഒരു കാര്യത്തിലുള്ള മറുപടിയാണ് എന്നിൽ നിന്ന് വരുന്നത്. എങ്കിൽ നമുക്ക് നാളെ തന്നെ പോകാം. ഡോക്ടറെ വിളിച്ചു, ഇന്ന പോലെ യാത്ര ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അവർ പറഞ്ഞ കുഴപ്പമില്ല, അടുത്താണെങ്കിൽ പോകുന്നതുകൊണ്ട് വിഷയമില്ല. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്തു ഈ സഭയിൽ. മനസ്സിലാക്കണം ദൈവമക്കളെ, ഞാൻ വന്ന് ആ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ എന്നെ കാണിച്ച ദർശനത്തിലൂടെയുള്ള സഭ, ആ വഴിത്താരകൾ, ആ സഭയുടെ അകം തുറന്നപ്പോൾ അതിൻ്റെ അകത്തിട്ടിരിക്കുന്ന കസേരകൾ പോലും ഹൈന്ദവ ക്ഷേത്ര പുരോഹിതൻ ആയ എന്നെ ദൈവം കാണിച്ച കസേരകൾ. യേശു ജീവിക്കുന്നു എന്ന് ഒരു ബോർഡ് എന്നെ കാണിച്ചിരുന്നു. ആ ബോർഡ് ആ സഭയുടെ പുൽപ്പറ്റിൽ എഴുതി വെച്ചിരുന്നു. ഹല്ലേലൂയ. അവിടെ നിന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദൈവദാസന്മാരിൽ പലരെയും എന്നെ കാണിച്ചെങ്കിലും അതിൽ കുറെ വിശ്വാസികളായിട്ടുള്ള ചിലരുണ്ടായിരുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുന്നവർ അനേകം പേരുണ്ടാവും. പക്ഷേ ആ പ്രാർത്ഥന ദൈവങ്ങളിലേക്ക് എടുക്കുന്ന ചിലരെ ഉണ്ടാവും. കാരണം ഞാൻ അവിടെ നിന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അതിൽ അനേകം പേരിരിക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ ഞാൻ തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. എനിക്കറിയാം ഇത് മാനുഷികമായി എന്നെ ആരുടെയെങ്കിലും മാനുഷിക പ്രേരണയിൽ എന്നെ കൊണ്ടുവന്നതല്ല. ഇത് ദൈവം കാണിച്ച് ദൈവം കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് എനിക്ക് ഒന്നും ആരും പറഞ്ഞു തരാതെ തന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ ഇതെല്ലാം മനസ്സിലാക്കണം. ക്ഷേത്രവുമായി കുഞ്ഞുനാളെ മുതലേ നടന്ന, അല്ലെങ്കിൽ ഒരു വലിയ പോരാട്ടം ഈ പറയപ്പെടുന്ന മേഖലകളിൽ നടന്ന സാമൂഹിക പ്രവർത്തനങ്ങളിലൊക്കെ നടന്ന, അല്ലെങ്കിൽ ഇതൊക്കെ മോശമാണെന്നൊക്കെ മുൻപ് പറഞ്ഞു നടന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് ഇതിലോട്ട് തിരിയണമെങ്കിൽ ഇവൻ എന്തൊക്കെയോ സംഭവിച്ചെന്ന് എന്റെ നാട്ടുകാർക്ക് പോലും തോന്നും. കാരണം ഞാൻ ഇതിനു മുമ്പ് അങ്ങനെ ഒരാളല്ല. പക്ഷെ പെട്ടെന്ന് ഒരു ചേഞ്ച് എന്റെ ജീവിതത്തിൽ വന്നു. കാരണം ഇതിനെയൊക്കെ എതിർക്കുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് ഇതിലോട്ട് വരണമെങ്കിൽ അത് ദൈവം തൊടാതെ പറ്റില്ല ദൈവമക്കളെ. ഞാൻ അവിടെ വന്ന് ആ ചർച്ചിലോട്ട് കയറിയപ്പോൾ അവിടെ ഉള്ളതെല്ലാം ഞാൻ കണ്ടതാണ്. ഞാൻ എങ്ങനെ വിശ്വസിക്കാതിരിക്കും? എന്നെ കണക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് എനിക്ക് എങ്ങനെ വിശ്വസിക്കാതിരിക്കും? പലരും എന്നെ പറയാറുണ്ട്, ഇപ്പോ അവൻ പുത്രനാണ്, അവൻ മണ്ടനാണ്, അവൻ എന്താണ് ഈ കാണിക്കുന്നത്. പക്ഷെ എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ ഞാൻ കുടിച്ച പായസത്തിന്റെ മധുരം എന്തെന്ന് എനിക്ക് മാത്രമേ അറിയൂ. ഞാൻ പലരും എന്നെ കുറ്റപ്പെടുത്താറുണ്ട്. എടാ, നീ ഒരു ക്ഷേത്ര പൂജാരിയല്ലേ, നീ ഒരു പുരോഹിതനല്ലേ, നിനക്കൊരു ബോർഡും വെച്ചൊരു ജ്യോതിഷനെന്ന് പറഞ്ഞിരുന്നാലും നിനക്ക് സാമ്പത്തികം ഉണ്ടാക്കും. അയ്യോ വേണ്ടേ? കാരണം സാമ്പത്തികം കിട്ടിയിട്ട് പരമാവധി പ്രയോജനപ്പെടുത്താൻ പറ്റാത്തൊരു മനുഷ്യനാ. എല്ലാവരുടെ മുമ്പിൽ തകർന്നവനാ, എല്ലാവരുടെയും മുമ്പിൽ തീർന്നു പോയവനാ. ആ തീർന്നു പോയെടുത്ത് നിന്നാണ് എന്റെ ദൈവം എന്നെ കരം പിടിച്ചു നിർത്തി. പലരും എന്റെ അടുത്ത് ചോദിക്കാറാ, ഞങ്ങളൊക്കെ നിനക്ക് വേണ്ടി സാമ്പത്തികമായി പിടിച്ചു തന്നില്ലേ? അതൊക്കെയല്ലേ നീ ഹോസ്പിറ്റലിൽ കൊടുത്ത്, പിന്നെ എങ്ങനെ നിന്നെ ദൈവം രക്ഷിച്ചു നിനക്ക് പറയാൻ പറ്റുന്നത്? ദൈവമക്കളെ, ഇതൊന്നുമല്ല. കാരണം വെന്റിലേറ്ററിൽ തകരും എന്ന് പറഞ്ഞ് അവർ കൈയൊഴിഞ്ഞ സാഹചര്യത്തിൽ ഇറങ്ങി വന്ന ദൈവത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അവര് പോലും പറഞ്ഞു, ഇനി ഒരു രക്ഷയുമില്ല, നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ ആ സാഹചര്യത്തിൽ ഇറങ്ങി വന്ന ദൈവത്തെ പറ്റിയാ പറയുന്നത്. കാരണം എല്ലാവർക്കും പറയാം ദൈവമില്ല, ആരുമില്ല എന്നൊക്കെ പറയാം. പക്ഷെ അനുഭവിച്ചവന് മാത്രമേ ഇത്ര ആർജവത്തോടെ സംസാരിക്കാൻ പറ്റൂ. അങ്ങനെ അവിടെ നിന്ന് പുറത്തു വന്നപ്പോൾ ഞാൻ ആ ദൈവദാസന്റെ അടുത്ത് ചെയ്തു. കാരണം എനിക്ക് തോന്നുന്നു ഈ ജോയിസ് ടിവിയിൽ അടുത്ത ദിവസം അദ്ദേഹത്തിന്റെ സാക്ഷ്യവുമായി വരുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇന്നലെ അദ്ദേഹം എന്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ ആ ദൈവദാസനെ ഞാൻ സംസാരിച്ചപ്പോൾ ദൈവദാസനെ ആദ്യമായിട്ട് കാണുമ്പോൾ എനിക്ക് അടുപ്പം തോന്നിയെന്ന് വെച്ചാൽ പുള്ളിയെ ഞാൻ സ്വപ്നത്തിലൂടെ കാണും. ഇതൊക്കെ അനുഭവിച്ചവർക്ക് അത് മനസ്സിലാവില്ല. പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിന്റെ ഒറ്റ ചോദിച്ചു, ഈ മാർഗം സ്വീകരിക്കുന്നവൻ എന്താ ചെയ്യും? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ തൽക്കാലം വെയിറ്റ് ചെയ്ത് ദൈവം നിങ്ങളെ രക്ഷിച്ച് പുറത്തു കൊണ്ടുവന്നു. ഇതിനൊക്കെ കുറെ കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് നാള് അദ്ദേഹത്തിന്റെ കൂടെ ചേർന്ന് നടന്നു. ദൈവവചനം പഠിക്കാനായി അടുത്തു ചെന്നു. അതുപോലെ പല കാര്യങ്ങളോടും ചേർന്ന് നിന്നപ്പോൾ അദ്ദേഹം സ്നാന ക്ലാസ് ഒക്കെ എനിക്ക് പറഞ്ഞു തന്നു. അതിനെപ്പറ്റി കൂടുതൽ അടുത്തു. അങ്ങനെ ഞാനും എന്റെ വൈഫും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെട്ട് ദൈവത്തോട് ചേർന്നു. അപ്പോൾ എനിക്ക് അടുത്ത ചിന്ത ഇതാണ്. കാരണം ഈ ലിവർ മാറ്റി വെക്കാതെ ഏതായാലും ഞാൻ പുറത്ത് നിൽക്കുകയാണ്. ഡോക്ടർമാരുടെ വൈദ്യശാസ്ത്രം വെച്ചിട്ട് ഈ ലിവർ മാറ്റി വെക്കാതെ എനിക്ക് ജീവിക്കാൻ പറ്റും. പക്ഷെ ഞാൻ ഇവിടെ എല്ലാം വന്നു, വീണ്ടും ഹോസ്പിറ്റലിൽ നിന്ന് വിളിവരികയാണ്, നിങ്ങൾക്ക് ആപ്റ്റായ ലിവർ വന്നിട്ടുണ്ട്, നിങ്ങൾ വരണം.
ഇവിടെ ഞാൻ പോയില്ലെങ്കിൽ എന്റെ നാട്ടുകാർക്ക് അയ്യോ അവൻ പോയില്ല എന്ന് പറയും. ഇതിലെല്ലാം എനിക്ക് ഭയങ്കര വിഷയമായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാരൊക്കെ എന്റെ കൂടെ നിന്നതാണ്, അല്ലെങ്കിൽ എന്റെ വൈഫും ഞാനുമായിട്ടൊരു തീരുമാനം എടുക്കുകയാണ്. ഇതൊന്നും കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ബുദ്ധിമുട്ടായി. അപ്പൊ ഞാൻ എന്റെ പാസ്റ്ററിന്റെ അടുത്ത് പറഞ്ഞു, പാസ്റ്റർ ഇന്ന പോലാണ് എന്നെ ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് അവർ വിളിക്കുന്നു, നീ പോ. പക്ഷെ അത് നടക്കില്ല, ദൈവം നിന്നെ പുറത്തു കൊണ്ടുവന്നാണ് ആ നടക്കും. ഞാൻ പോകും, അവര് പറയും നിങ്ങൾക്കായില്ല, വീണ്ടും വീണ്ടും തിരിച്ചു. മനസ്സിലാക്കണം, 1 വർഷം കൊണ്ട് ഇതിന്റെ ഈ ലിവർ മാറ്റ ശസ്ത്രക്രിയ നടക്കണം എന്ന് പറഞ്ഞത്, ജീവിക്കത്തില്ല എന്ന് അടുത്തു പറഞ്ഞത്, ഇതെല്ലാം മാറ്റി 3.5-4 വർഷമായി ആർജവത്തോടെ 14 ജില്ലയും പോയി കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തിക്കൊണ്ട് നടക്കുന്നു. ഹൈന്ദവ ക്ഷേത്ര പുരോഹിതനാണ്. ഈ 14 ജില്ലയിലും പോയി എന്നെ പുറത്തു കൊണ്ടുവന്ന ദൈവത്തെ ഉയർത്തിക്കൊണ്ട് നടക്കുന്നു. ഹല്ലേലൂയ. ഇപ്പോ ഈ സാക്ഷ്യം തന്നെ കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് തോന്നാം, എന്തെങ്കിലും തോന്നാം. പക്ഷെ ഇത് അനുഭവിച്ചറിയുന്നവനെ ഇങ്ങനെ പറയാൻ തുടങ്ങും. ഇതൊക്കെ ചിലപ്പോൾ ഞാൻ പല സാക്ഷ്യങ്ങളിലും പറഞ്ഞിട്ടുള്ളപ്പോൾ പലരും വിമർശനവുമായി വന്നതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തു പറയാൻ. കാരണം നേരത്തെ ആയിരുന്നില്ലേ, അങ്ങനെ ആയിരുന്നില്ലേ, അതെല്ലാം കഴിഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ലേ, ഇതൊക്കെ പറഞ്ഞു വരുമ്പോ, പക്ഷെ എന്നിട്ടും ആ പ്രതികൂലത്തിന്റെ നടുവിൽ നിന്ന് ഞാൻ ദൈവത്തെ ഉയർത്തണമെങ്കിൽ ആ ദൈവം ചെയ്ത സുഹൃത്തെ മനസ്സിലാക്കണം, എനിക്ക് ഇനിയും സാമ്പത്തികം ഉണ്ടാക്കാൻ പറ്റും പല മാർഗങ്ങളിലൂടെ. ക്ഷേത്ര പൂജയുടെ ലക്ഷങ്ങൾ എന്റെ കയ്യിൽ വരും. ഇതിനെല്ലാം ഞാൻ ചപ്പന്നും ചവറന്നും എണ്ണി മാറ്റി. എന്നിട്ടാണ് ഒന്നുമില്ലാതെ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്നത്. പക്ഷെ ഒന്നുമില്ലെങ്കിലും എല്ലാം ഉള്ളവനെ പോലെ നടത്തുന്നൊരു ദൈവമാണ്. അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ പുറകെ പോകുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന സന്തോഷം, ഞാൻ അനുഭവിക്കുന്ന സുഖങ്ങൾ, ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാക്കില്ല. കാരണം ഞാനും എന്റെ വൈഫും എന്റെ ദൈവത്തെ സ്വീകരിച്ചതിന്റെ പേരിൽ പല ബന്ധുമിത്രാദികളും എന്നെ മാറ്റി നിർത്തി, പല സംഘടനക്കാരും നമ്മളെ ഒഴിച്ചു, എന്റെ നാട്ടുകാർ പോലും പുച്ഛിച്ചു. കാരണം അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ ഈ പുച്ഛത്തിനെല്ലാം നടുവിൽ എന്റെ ദൈവത്തിനെ പിടിക്കുമ്പോൾ എനിക്കൊരു സത്യം അറിയാം, ഞാനൊരു സത്യത്തിന്റെ പുറകെയാ പോകുന്നത്. പക്ഷെ പലരും എന്നെ ചേർത്ത് പിടിച്ചിട്ട് പറയാറുണ്ട്, നിന്റെ വിശ്വാസം ഏതാകട്ടെ, നീ നന്നായാൽ മതി എന്ന് പലരും പറയാറുണ്ട്. പക്ഷെ എന്റെ ക്ഷേത്ര പൂജാരിമാരുടെ എന്റെ പൂജാരി സമൂഹം എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അവരൊക്കെ പറഞ്ഞു, നിന്റെ ഏതായാലും നീ ജീവിച്ചിരിക്കുന്നല്ലോ, അത് വലിയ സന്തോഷം തന്നെ നിന്റെ ജീവിതത്തിൽ നടന്നത്. കാരണം എനിക്ക് ആഞ്ഞടിച്ച് വലിയ പ്രതികൂലങ്ങളൊന്നും വന്നില്ല, എന്റെ നാട്ടിൽ നിന്നാണെങ്കിലും എന്റെ സൗഹൃദങ്ങളാണ്. കാരണം ഞാൻ അങ്ങനെ ആയിരുന്നില്ല ഇതിനു മുമ്പ്. അപ്പൊ അവന് മാറിയിട്ടുണ്ട്, അല്ലെ അവനിൽ എന്തോ വന്നിട്ടുണ്ട് എന്ന് അവർക്ക് പോലും തിരിച്ചറിയാൻ പറ്റുന്ന നിലവാരത്തിൽ എന്നെ ദൈവം കൊണ്ടു നടക്കുകയാണ്. ആ സഭയിൽ വന്നിരുന്നപ്പോൾ, ആ സഭയോട് ചേർന്ന് നിന്നപ്പോൾ ഒരു ദിവസം അവിടെ ഒരു ഞായറാഴ്ച, ഒരു ശനിയാഴ്ച രോഗികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവദാസൻ എന്റെ അടുത്ത് പറഞ്ഞു, ബ്രദറെ, നിന്റെ ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അല്ലെങ്കിൽ ലിവർ മാറ്റിവെക്കൽ നടക്കില്ല, നീ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ഞാൻ വിശ്വസിക്കും. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അന്ന് അദ്ദേഹം എന്റെ ദേഹത്ത് വിട്ട് പറഞ്ഞതാണ്. അന്ന് എനിക്ക് വല്ലാത്ത ശാരീരികമായ എന്തോ ഒരു വലിയ സംഭവം നടന്നു. പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ ചെക്കപ്പിനും കാര്യങ്ങളിലും ഒക്കെ പോകുന്നുണ്ട് ഞാൻ. പക്ഷെ അവർക്ക് ഇതുവരെ എന്റെ ലിവർ മാറ്റിവെക്കാൻ കഴിഞ്ഞില്ല. ഞാൻ വിശ്വസിക്കുന്നു ഇനി അങ്ങനെയൊന്ന് എന്നെ തൊടില്ല. കാരണം ഞാൻ ജീവൻ തകർന്നു പോകുന്നു, ഉടഞ്ഞു പോയി എടുത്തുനിന്നാണ് ദൈവം എന്നെ പൊക്കിയെടുത്ത് മാറ്റി. ഇന്ന് ഞാൻ അനേകം പേരുടെ മുമ്പിൽ എന്റെ സാക്ഷ്യത്തെ വിളിച്ചു പറഞ്ഞു, ഇതൊന്നും മറ്റൊന്നിനും വേണ്ടിയില്ല, സത്യം ഒന്നേ ഉള്ളൂ. കാരണം മറ്റൊരുത്തനിൽ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം അതെന്റെ കർത്താവിന്റെ നാമമല്ലാതെ വേറെ നാമമേ ഇല്ല. കാരണം ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ ആരെങ്കിലും നിങ്ങൾ വിശ്വാസത്തിൽ നിന്നും പിന്മാറി നിൽക്കുന്നവരാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ രോഗപരമായ ബുദ്ധിമുട്ടിൽ നിൽക്കുന്നവരാണോ, നിങ്ങൾ വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം? കർത്താവായ യേശു ക്രിസ്തുവാണ് ഏകരക്ഷകൻ എന്ന് വിശ്വസിക്കണം. ആ വിശ്വസിച്ച് മുൻപോട്ട് വന്നാൽ നീ ആയിരിക്കുന്ന പ്രതികൂല മേഖലകളിൽ നിന്ന്, നിന്നെ വൈദ്യശാസ്ത്രം പോലും നിന്നെ തള്ളിയിട്ടുണ്ടെങ്കിൽ ആ വൈദ്യശാസ്ത്രത്തിനെ തിരുത്തിക്കൊണ്ട് അവർ തന്ന ഉറുപ്പിനെ കീറിക്കളഞ്ഞുകൊണ്ട് നിന്നെ പുറത്തു കൊണ്ടുവരാൻ ദൈവം സർവശക്തനാണ്. ചില മതത്തിന്റെ പേരിലോ അല്ലെങ്കിൽ മറ്റുള്ളവരൊരു മതത്തിനെ ഉയർത്താൻ വേണ്ടിയിട്ടല്ല ഞാൻ നടക്കുന്നത്. ഞാനൊരു മതത്തെ സ്വീകരിച്ചവനുമല്ല, ഞാനൊരു മതത്തെ വിശ്വസിക്കുന്നവനുമല്ല. ഞാൻ കർത്താവിനെ അനുഗമിക്കുന്നവനാണ്, അല്ലാതെ ഒരു മതമല്ല എന്നെ നയിക്കുന്ന. കർത്താവായ യേശു ക്രിസ്തു ഒരു മതസ്ഥാപകനല്ല. ഇത് നിങ്ങൾ വിശ്വസിക്കണം.
എന്ത് വിശ്വസിക്കണം? കർത്താവായ യേശു ക്രിസ്തു സർവമാനവ കുലത്തിനും വേണ്ടി പാപത്തിന് പരിഹാരകനായവനാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നടത്തും. ചെറിയൊരു മനുഷ്യനായിരുന്നില്ല ഞാൻ. അനേകം ക്ഷേത്ര പൂജ ചെയ്ത് നടന്ന ഒരു ക്ഷേത്ര പൂജാരിയാണ് പറയുന്നത്, എന്റെ ജീവിതത്തിൽ തീരും എന്ന് പറഞ്ഞ ചില മേഖലകളെ പൊളിച്ചെടുത്തുകൊണ്ട് എന്റെ മരണപാശങ്ങളെ മാറ്റി എന്നെ ജീവനോടെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ ജോയിസ് ടിവിയുടെ മുമ്പിൽ ഇരുത്തിയത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. എല്ലാവർക്കും ഈ സാക്ഷ്യത്താൽ ഒരു വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇത് എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു രൂപാന്തരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ സാക്ഷ്യത്തിൽ നിന്നും ഞാൻ പിന്മാറുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കും. ആമേൻ. ഇന്നും ആ ലിവറും കൊണ്ടാണ് ഇന്നും നടക്കുന്നത്. അതെ, അത് മാറ്റി വെച്ചിട്ടില്ല, ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടില്ല. ഇല്ല. ഓക്കെ, ഡോക്ടർമാർ എന്തോ പറയുന്നേ? ഡോക്ടർമാര് ഈ മൃതസഞ്ജീവനിൽ രജിസ്റ്റർ ചെയ്തേക്കല്ലേ, ഒരേ തോത് വരും. അപ്പൊ ഓരോരുത്തർക്ക് പോവും. പക്ഷെ നമ്മുടെ ഗ്രാഫ് താഴോട്ട് വരിക. എമർജൻസി ആയുള്ള ഒരു മേളിൽ ഇപ്പൊ ഏറ്റവും ആദ്യം കിടന്ന എന്റെ ഇപ്പൊ ഏറ്റവും തറയിലാണ്, ഏറ്റവും താഴെയാണ്. നമുക്ക് അവര് പറയുന്ന അത്രയും ശാരീരിക പ്രയാസം ഇപ്പം വൈദ്യശാസ്ത്രത്തിന്റെ നോട്ടത്തിൽ നമുക്കില്ല. ഇല്ല. ഓക്കെ, നാൾതോറും അവർക്ക് തന്നെ ഒരു അത്ഭുതമാണ്. ഓക്കെ, ഡോക്ടർമാർ എപ്പോഴും വിളിക്കും, എന്റെ അടുത്ത് സംസാരിക്കും. ഇപ്പോഴും വലിയ സൗഹൃദം പോലാണ് നമ്മൾ ഡോക്ടർമാരുമായിട്ടാണെങ്കിൽ. അത്രയ്ക്ക് സ്നേഹമാണ്. കാരണം അവർക്ക് തന്നെ ഒരു പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞ എടുത്തല്ലേ നമ്മളിങ്ങനെ നിർത്തിയത്. ഓക്കെ, വെന്റിലേറ്ററിൽ നിന്ന് വെളിയിൽ വന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ഡോക്ടർമാർ പറഞ്ഞെടുത്ത് ഇന്ന് നമ്മള് സുഗമമായിട്ട് യാത്ര ചെയ്യണം. അതെ. എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ സ്വന്തമായി ഡ്രൈവ് ചെയ്യുന്നു, സ്വന്തമായി അനേകം എടുത്ത് ദൈവത്തെ ഉയർത്താൻ പോകുന്നു. വളരെ സന്തോഷമാണ് അനുഭവിക്കുന്നത്. കാരണം ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടതാണ്. പക്ഷെ ഇപ്പോഴും എന്തോ എനിക്കറിയില്ല, ദൈവം എന്നെ നടക്കുന്നു. ഓക്കെ, ഇപ്പം ഈ പ്രവർത്തന മേഖലകളൊക്കെ എവിടെയാ ഇപ്പം? ഞാൻ ചർച്ച് ഓഫ് എൽ എലിയോൺ ദൈവസഭ നെയ്യാറ്റിങ്കര, അവിടുത്തെ ദൈവദാസൻ പാസ്റ്റർ സാബുലാൽ. എനിക്ക് തോന്നുന്നു അടുത്ത ദിവസം പാസ്റ്ററാണ് സാക്ഷ്യം പറയാം. ഓക്കെ, സാബുലാൽ. ഓക്കെ, അദ്ദേഹത്തിന്റെ കൂടെയാണോ മീറ്റിംഗിനെ സംബന്ധിക്കുന്നത്? അതെ. അപ്പൊ എങ്ങനെയാ ഞാൻ കണ്ടത്? ഓക്കെ, അപ്പൊ ഈ പ്രവർത്തനത്തിന് പുള്ളിയുടെ കൂടെ യാത്ര ചെയ്യുമോ? എങ്ങനെയാ പോകുന്നത്? പുള്ളി സഭയാണ്. പുള്ളിക്ക് സഭയായിട്ടുള്ള 2-3 കുറെ സഭകളുണ്ട്. അപ്പൊ അവിടെയൊക്കെ പോവും. പിന്നെ അല്ലാതെ തന്നെ മറ്റുള്ളവരൊക്കെ എന്റെ ഈ സാക്ഷ്യം അറിഞ്ഞുകൊണ്ട് അനേകം പേര് വിളിക്കും. എല്ലായിടത്തും പോവാറുണ്ട്, ദൈവവചനവുമായി നിൽക്കാറുണ്ട്. ഒത്തിരി കേരളത്തിലുള്ള എല്ലായിടത്തും പോയി കഴിഞ്ഞു. ഇനി പുറത്തോട്ടുള്ളതും 1-2 പോയി. അങ്ങനെയൊക്കെ ഇങ്ങനെ നിൽക്കും. ഓക്കെ. ആട്ടെ, കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ഒരു ജീവനുള്ള സാക്ഷ്യമായി കർത്താവിന്റെ നാമത്തെ കേരളത്തിന് അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്ത് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം ഇന്നും കേരളത്തിലും വിവിധയിടങ്ങളിലും ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വൈദ്യശാസ്ത്രം കൈവിട്ട ഇടത്തു നിന്ന് ഇന്നും ഒരു ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഇല്ലാതെ തന്നെ താൻ ആരോഗ്യവാനായി ദൈവം ഇന്നും പ്രിയപ്പെട്ടവനെ നിർത്തുന്നല്ലോ. ദൈവം എത്ര വലിയവനാണ്. പ്രൈസുള്ളവർ, രോഗികൾക്ക് സൗഖ്യം നൽകുന്ന അതേ ഹല്ലേലൂയ ഒരു സർവശക്തനായ ദൈവം ഇന്നും ഉയരങ്ങളിൽ ജീവിക്കുന്നു എന്ന് ഈ സാക്ഷ്യത്തിലൂടെ അനേകരെ ശ്രദ്ധിക്കുവാനും മനസ്സിലാക്കുവാനും അനേകരുടെ വിടുതലിനും മാനസാന്തരത്തിനും ദൈവത്തോട് അടുപ്പിക്കുന്നതിനും കാരണമായി തീരട്ടെ എന്ന് സ്വർഗത്തിലെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇത്രത്തോളം സമയം നമ്മളോട് ഒന്നിച്ച് ചിലവഴിക്കുവാൻ പ്രിയപ്പെട്ടവനെ കർത്താവ് സഹായിച്ചല്ലോ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കണ്ണടയ്ക്കാം. ഒരു വാക്ക് പ്രാർത്ഥിച്ചാട്ടെ. സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അപ്പാ ഇന്ന് ഈ സാക്ഷ്യമായി നിൽപ്പാൻ ദൈവം തന്ന കൃപയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദൈവമേ ഈ സാക്ഷ്യം
അനേകം പേർക്ക് കർത്താവെ രൂപാന്തരത്തിലേക്ക് തിരിയുവാൻ, കർത്താവെ അന്ധകാരത്തിൽ അനേകം പേർ കിടക്കുന്നുണ്ടല്ലോ അപ്പ, ഇവരൊക്കെ അത്ഭുത പ്രകാശത്തിലേക്ക് തിരിയുവാൻ ഈ സാക്ഷ്യം മുഖാന്തരമാകണം. ഈ ദൈവദാസൻ കർത്താവെ അനേകം പേർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ കർത്താവെ ഈ സാക്ഷ്യങ്ങളെ എടുത്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും കർത്താവെ ഈ ദൈവദാസനോടും അവർ ഏറ്റെടുക്കുന്ന എല്ലാ മേഖലകളിലും ഉണ്ടായിരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.